പശ്ചിമേഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈന്യം ആക്രമിച്ചാൽ വൻ പ്രാദേശിക യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭീഷണിയുമായി ഇറാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് സമീപം വൻ നാവിക സന്നാഹത്തെ വിന്യസിച്ചതോടെ മേഖലയിൽ യുദ്ധഭീതി ഉയരുകയാണ്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും ആണവ കരാറിന് ഇറാൻ തയ്യാറാകണമെന്നതുമാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ അതിന് തയ്യാറല്ല എന്ന പക്ഷമായിരുന്നു ഇറാന്റേത്. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ നയിക്കുന്ന US യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്തേക്ക് അയച്ചത് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന് കാരണമാകുമെന്ന് ലോകരാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു. എന്നാൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടിട്ടുണ്ടെന്ന് ഇരുപക്ഷവും സൂചിപ്പിക്കുന്നുമുണ്ട്. സംഘർഷത്തിലേക്ക് പോയാൽ അത് ഇറാനും അമേരിക്കയ്ക്കും ദോഷം ചെയ്യുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ആക്രമണമുണ്ടായാൽ അറേബ്യൻ രാജ്യങ്ങളും ഇസ്രായേലും അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് നേരെ മിസൈൽ വർഷമുണ്ടാകുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി. ഇറാനിൽ ഡിസംബറിൽ തുടങ്ങിയ പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 6563 പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനയായ HRANA റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 124 കുട്ടികളും ഉൾപ്പെടുന്നു. പ്രതിഷേധം അടിച്ചമർത്താൻ ജനുവരി 8 മുതൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിയന്ത്രണം വിവരങ്ങൾ പുറംലോകത്തെത്തുന്നതിന് ഇപ്പോഴും തടസ്സമാകുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഹേന ന്യൂസ്.